ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ ജോഷി. ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ബസ്മതി റൈസ് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലകൾ റെഡിയാക്കി ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ചമ്മന്തി, അതിനുള്ള അരപ്പാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ചമ്മന്തിക്ക് വേണ്ടതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. റൈത്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മസാല ആഡ് ചെയ്തിട്ട് ദം ചെയ്തിട്ടാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം ഞാൻ അവിടെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് ചൂടായതിന് ശേഷം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് യൂസ് ചെയ്യാം. രണ്ടും കൂടി ആണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അവിടെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നെയ്യ് തന്നെ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഹോൾ സ്പൈസസ് ആയിട്ട് ഏലക്ക, പട്ട, കറാമ്പൂ, ബേ ലീഫ്, പെരുംജീരകം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമാണ്, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഇതൊക്കെ പാടെ ഒന്ന് ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ഒരു സവാളയും ഒരു ക്യാരറ്റും നീളത്തിലരിഞ്ഞത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഞാൻ ഇത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ നല്ലതുപോലെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പച്ചച്ചവ മാറുന്നവരെ കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ബസുമതി റൈസ് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഊറ്റി വെച്ചതുണ്ട്. കുറച്ച് നേരം നമ്മളൊരു 10-15 മിനിറ്റ് അങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിരിക്കും റൈസ്. അപ്പോൾ എന്നിട്ട് അത് ഞാൻ ഇതിലേക്ക് ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മൊരിഞ്ഞതുപോലെ വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിന് 1.25 കപ്പ് വെള്ളത്തിലാണ് ഞാൻ റൈസ് ഉണ്ടാക്കാറ്. അപ്പോൾ അതേപോലെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ അത് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക ചെയ്യുന്നത്. അതിലേക്ക് അതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1.25 കപ്പ് ഞാൻ വെള്ളം ആഡ് ചെയ്യും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കും. അത്രേ വെള്ളം ആവശ്യമുള്ളൂ കേട്ടോ. ഇനിയിപ്പം 1 കപ്പിന് നിങ്ങൾ 1.5 കപ്പായാലും കുഴപ്പമില്ല. 2 കപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്, ഓവറായിട്ട് വെന്ത് ചെയ്യും. നല്ലതുപോലെ ഇളക്കിയിട്ട് ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. ഉപ്പ് ഈ സമയത്ത് തന്നെ ആഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ റൈസിലേക്കൊന്നും ഉപ്പ് പിടിക്കത്തില്ല. പൊടിയപ്പിനേക്കാളും ബെസ്റ്റ് കല്ലുപ്പന്നെ ആയിരിക്കും കേട്ടോ. എപ്പോഴും നിങ്ങൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഞാനിവിടെ ഉപ്പൊക്കെ നോക്കി പാകമാണോ നോക്കി. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മസാലയിലേക്ക് വെച്ച കൂട്ട്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പെരുംജീരകം ഇട്ടിട്ട് ഒന്ന് ചതച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യും, വളരെ കുറച്ച്. ആ റൈസിനൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനൊരു ചെറുനാരങ്ങേൻ്റെ അരമുറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നേരത്തെ തന്നെ അത് ഒഴിച്ചു കൊടുക്കും. ഒക്കെ സെറ്റാവുന്ന സമയത്ത് അതിലേക്ക് എന്നാലേ റൈസിലേക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ വരുള്ളൂ. ഞാൻ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റൈസ് ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ട് ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ലോ ഫ്ലെയിം ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 10-15 അത്രേ വരെയുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് റൈസ് ഇവിടെ സെറ്റായിട്ട് കിട്ടുമേ. അപ്പോൾ ഇടയ്ക്കൊന്ന് വേണേൽ തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ അരിയൊക്കെ ഞാൻ ഇടയ്ക്ക് തുറന്ന് വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്, പാകം കേട്ടോ. അങ്ങനെ ഓവറായിട്ട് വെന്ത് ചെയ്യാത്ത രീതിയിൽ കിട്ടണം, കാരണം നമ്മൾ ദം ഇടുന്നത് കൊണ്ട്. അതല്ല എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ലതുപോലെ വെന്തതിന് ശേഷം എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി റൈസൊക്കെ വിട്ട് കിട്ടുന്നുണ്ട്. ഒരു 98% വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വല്ലാണ്ട് ദമ്മിടുന്നില്ല, എന്നാൽ പേരിനൊരു ദമ്മിടൽ മാത്രമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഞാനത് റൈസ് സെറ്റായിട്ട് മാറ്റി വെക്കുന്നുണ്ട്, ഫ്ലെയിമൊക്കെ ഓഫാക്കി കേട്ടോ. എന്നിട്ട് അത് അവിടെ തുറന്ന് തന്നെയാണ് ഞാൻ വെക്കുന്നത്, അടച്ച് വെച്ച് വെക്കുന്നില്ല. തുറന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുക്കറിലാണ് മസാല തയ്യാറാക്കുന്നത്. ചൂടായതിന് ശേഷം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത് ഇതിലേക്ക്. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ആ മസാല ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും പെരുംജീരകവും ഇട്ടിട്ട് ചതച്ച മസാല, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ നേരത്തെ ആഡ് ചെയ്ത ബാക്കിയുള്ള ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, ഇതിൽ കുറച്ച് ഏലക്കയും പട്ടയും കറാമ്പും ബേലഫിൻ്റെ ഒരു പീസും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ മിസ്സായതാണ്, അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ മൂപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് വെജിറ്റബിൾസ് ആയിട്ട് ഞാനിവിടെ സവാള, ക്യാരറ്റ്, തക്കാളി, ബീൻസ്, കോളിഫ്ലവർ, അതേപോലെ സോയാബീൻ, ഇത്രയും വെജിറ്റബിൾസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയാണ് ആഡ് ചെയ്തത്. ഒന്നിനും അങ്ങനെ ഒരു അളവ് എന്നൊന്നും പറയാനില്ല, കാരണം ഞാൻ എൻ്റേതായ ഒരു അളവിനാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് കുക്കർ ഏകദേശം നിറഞ്ഞിന് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെ അത്യാവശ്യം വെജിറ്റബിൾസ് വേണം, ഗ്രേവിയോടെ വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ഞങ്ങൾ അത്യാവശ്യം മെമ്പേഴ്സും ഉണ്ട്, അതുകൊണ്ട് ഇത് ധാരാളം. നമുക്കൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാകത്തിന് ഉണ്ടാക്കാൻ മതി. അപ്പോൾ നല്ലതുപോലെ ഞാൻ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് ഞാനിവിടെ ഈ സമയത്ത് ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്തില്ലേ.
ലാസ്റ്റാണ് ഞാൻ എല്ലാ മസാലയും ചേർക്കുന്നത്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ തന്നെ കുറച്ച് പ്രയാസപ്പെട്ടിന് നിറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ നല്ലതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഞാൻ ആഡ് ചെയ്തു, ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പട്ടാണി ആദ്യം ഞാൻ ഒരു 2 വിസിൽ 3 വിസിൽ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടെ തന്നെ കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പട്ടാണി, അതായത് ഗ്രീൻ പീസ്, തലേ ദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്. അതൊന്ന് കുക്കറിൽ ഞാൻ വേവിച്ചതിന് ശേഷം 2-3 വിസിലേ ഞാൻ വേവിച്ചുള്ളൂ, കാരണം ഓൾറെഡി നല്ലോണം കുതിർത്ത് വെച്ചുകൊണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു പിടി മല്ലിയില, പുതിനയില, ഇത്രയും ആഡ് ചെയ്തു. ഇനി പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട്. അത് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. പിന്നെ മല്ലിപ്പൊടി, അതേമാതിരി ഉപ്പ്, തൈര്, നമ്മൾ മല്ലിയിലും പുതിനയും ഓൾറെഡി ഇട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ ചെറുനാരങ്ങേൻ്റെ നേരത്തെ ഞാൻ മുറിച്ചതിൻ്റെ അരമുറി ബാക്കി ഉണ്ടായിരുന്നു, അതും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് പുളിപ്പിന് വേണ്ടി തൈരും ആഡ് ചെയ്തു. ഇത്രയും പൊടികൾ ഇട്ടിട്ട് ഞാൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കും. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റാം. പൊടികളെല്ലാം ആഡ് ചെയ്തിട്ട് ഞാൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 2.5 അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ വെള്ളം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പട്ടാണി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണ് ഉള്ളത്. അപ്പം ചെറിയൊരു ഗ്ലാസ് അതിന് ഇട്ടോ, അതുകൊണ്ടാണ് അളവ് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റാത്തത്. ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ആഡ് ചെയ്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വേവിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്, അത് പറയാൻ വിട്ട് പോയതാണ്. ഇത്രയും വെജിറ്റബിൾസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് സവാള, ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, ബീൻസ്, കോളിഫ്ലവർ, സോയാബീന്, പട്ടാണി, അതായത് ഗ്രീൻ പീസ്. ഇത്രയും വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ മസാല തയ്യാറാക്കിയിട്ടുള്ളത്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിയില, പുതിന, കറിവേപ്പില, ചെറുനാരങ്ങ നീര്, തൈര്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ട് കരുതുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തു. ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് കേട്ടോ. പിന്നെ തുറന്ന് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഗ്രേവി ആയിട്ടുള്ള ആവശ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും വെള്ളം തോന്നുന്നത്. പക്ഷേ ഒന്ന് കുറുക്കി എടുക്കും കേട്ടോ. ഇത്രയും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഈ വെള്ളമൊക്കെ ഞാൻ കുറുക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കും. എന്ന് വെച്ചിട്ട് ഞാൻ ഓവറായിട്ട് വറ്റിച്ചിട്ടില്ല, കാരണം ഗ്രേവി വേണ്ടത് കൊണ്ട്. ഈ അധികം ഗ്രേവി വേണ്ടാത്ത തോന്നുന്നവർക്കൊക്കെ ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഗ്രേവി വേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാകത്തിന് എടുത്തു കേട്ടോ. അങ്ങനെ മസാല സെറ്റായി. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കണം കേട്ടോ ഈ സമയത്ത്. പിന്നെ ഞാൻ അടുപ്പത്ത് നേരത്തെ റൈസ് മാറ്റി വെച്ചിട്ട് അതിനൊക്കെ ഞാൻ റൈസൊക്കെ മാറ്റി വേറെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അടിയിലേക്ക് കുറച്ച് മസാല ഇട്ട് എടുത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ റൈസ് വിതറി കൊടുക്കും. അങ്ങനെ ലെയറായിട്ട് ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ മസാല, പിന്നെ റൈസ്, അങ്ങനെ ഒരു 3 ലെയറോളം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞാൻ വേറെ സെപ്പറേറ്റ് ഉള്ളി വറുത്തിട്ടോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം ഞങ്ങൾക്ക് അതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഓരോരുത്തർക്കും ഇഷ്ടമാണല്ലോ. ഇനി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇതൊക്കെ വഴറ്റി അല്ലെങ്കിൽ ചൂടാക്കി ഇതിലൊഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആഡ് ചെയ്യാത്തത്. പിന്നെ കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പാലിലൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി കളറൊക്കെ കിട്ടും. അതൊന്നും ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കുകയാണ്. ഞാനിങ്ങനെ മസാല ആഡ് ചെയ്യുക, അതേപോലെ റൈസ് ഇടുക, പിന്നെ മസാല അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ല, ഒരുപാട് വെള്ളമൊന്നുമില്ല, പക്ഷേ എന്നാലും ഗ്രേവി ഉണ്ടാനും. എരിവും ഉപ്പൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മസാലകളും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ റൈസും ഇട്ട് അവസാനം ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് പിന്നെയും കുറച്ചും കൂടി നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഞാനിവിടെ 6 kg നെയ്യാട്ടോ യൂസ് ചെയ്യാറ്. നമ്മൾ നോർമലി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നെയ്യ്. അപ്പം അതും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് ദമ്മ് ചെയ്യുക. വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം പെട്ടെന്ന് എൻ്റെ പാത്രങ്ങളൊക്കെ അത്രയ്ക്കും ഗ്യാരണ്ടി കുറവായതുകൊണ്ട് അടി പിടിക്കുന്നത് കൊണ്ട് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 15 മിനിറ്റോളം ഞാൻ ദമ്മ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ പിന്നെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ചെയ്യാം. പിന്നെ ഫോയിൽ പേപ്പറൊക്കെ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. മൈദാമാവ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാം. എന്തും നിങ്ങളെ ഇഷ്ടം. ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല. ഞാനിങ്ങനെ അടച്ച് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചൊരു വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അരക്കല്ലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചെറിയ കല്ല് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പം ഇത്രയുമാണ് വെജിറ്റബിൾ ബിരിയാണീൻ്റെ ഹോൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദമ്മ് പൊട്ടിച്ചിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനതൊന്നും പെട്ടെന്ന് തിരക്കിൻ്റെ ഇടയിലായിപ്പോയി. എന്തായാലും
ബിരിയാണി കൊള്ളായിരുന്നു. അപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിൽ എന്തെങ്കിലും റെസിപ്പീസിൽ എന്തെങ്കിലും സജഷൻസോ ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് ഷെയർ ചെയ്യാം. പിന്നെ 15 മിനിറ്റ് ദമ്മ് നിങ്ങൾ ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഓപ്പൺ ചെയ്യാൻ പാടില്ല കേട്ടോ. കുറച്ചൊരു 10 മിനിറ്റ് ഓഫ് ദം, അതായത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വേണം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ കുറച്ചും കൂടി ഫ്ലേവർ കിട്ടുള്ളേ. പിന്നെ ഞാനിവിടെ ചമ്മന്തി ഉണ്ടാക്കിയത് നാളികേരത്തിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനേനേക്കാൾ ഡബിളായിട്ട് മല്ലിയില കേട്ടോ യൂസ് ചെയ്ത്. പിന്നെ ഉപ്പ്, കുറച്ച് വിനാഗിരി, ഇത്രയും ആഡ് ചെയ്തിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയത്. കറിവേപ്പില ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ ചമ്മന്തിക്ക്. റൈത്തയ്ക്ക് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ തൈരിലേക്ക് ഞാൻ സവാളയും ക്യാരറ്റും പച്ചമുളകും അത്രേ ആഡ് ചെയ്തുള്ളൂ. തക്കാളി യൂസ് ചെയ്തിട്ടില്ല, കാരണം ഓവർ പുളിപ്പ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. പിന്നെ മല്ലിയില കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി ഫ്ലേവർ ഉള്ളത്. നല്ല രസമാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് റൈത്ത ഉണ്ടാക്കുമ്പോൾ. അതും കൂടിയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഞാൻ സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്, വിത്ത് പിക്ചറായിട്ട് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം അറിയാത്തവർക്ക് മാത്രമാണ് ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നത്. അറിയുന്നവർക്ക് നോർമലായിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പം ഞാനിവിടെ ദമ്മ് പൊട്ടിച്ച്, അതായത് ഒരു 10-15 മിനിറ്റ് ഞാൻ ദമ്മിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.